അതായത് ആദ്യ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SITക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും. ആ 2 പേരിൽ 2 പേരെയും SIT നിരവധി തവണ ചോദ്യം ചെയ്തു. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല, അത് ദേവസ്വം ബോർഡാണ്. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം. അവിടെ പൂജ എങ്ങനെ വേണം, അവിടുത്തെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, സമയം എങ്ങനെയായിരിക്കണം, അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല. അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നാണ്. ആചാര ലംഘനം നടത്തിയിട്ട് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെതിരെയാണ് കേസെടുക്കുന്നത്. ഇവിടെ എത്രയോ ആചാര ലംഘനം അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ലംഘനം അദ്ദേഹം തന്നെയാണ് നടത്തിയത്. അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് 18ാം പടി ചവിട്ടിച്ച് ഞങ്ങളൊരു നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് ഓപ്പണായി സമ്മതിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്.